സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സേമിയ കേസരിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേസരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ പാൽപ്പൊടിൻ്റെ മിക്സും 1 കപ്പ് വെള്ളവും 1/2 കപ്പ് സേമിയയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സേമിയ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും 2-3 ഏലക്കൻ്റെ സീഡും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. സേമിയ പകുതി വേവാവുന്ന സമയത്ത് നന്നായി പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ മിക്സൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന സമയത്ത് മധുരം ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ